ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മിഷനെ കുറിച്ചാണ് കേട്ടോ. ഫീഡോ ഫാം എന്നാണ് ആ മിഷൻ്റെ പേര്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക. ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചോളൂ കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മിഷനെ കുറിച്ച് പറയാം. ഇതൊരു ചെയിൻ സ്റ്റിച്ച് മിഷനാണ്. അതായത് നമ്മൾ സാധാരണ തയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന മിഷനെ നമ്മൾ ശരിക്കും ലോക്ക് സ്റ്റിച്ച് മിഷനാണെന്ന് പറയാം. അപ്പോൾ ലോക്ക് സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഇടയിൽ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ചെയിൻ സ്റ്റിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂപ്പറാണ്. അതായത് നമുക്ക് പെട്ടെന്ന് അഴിഞ്ഞു പോകും ചെയിൻ സ്റ്റിച്ച്. പക്ഷേ ലോക്ക് സ്റ്റിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റിച്ച് പൊട്ടിയാലൊന്നും അഴിഞ്ഞു പോകത്തില്ല. ലോക്ക് സ്റ്റിച്ച് നമ്മൾ സാധാരണ തയ്ക്കാൻ ഉപയോഗിക്കുന്ന പവർ മെഷീൻ്റെ ബോബിൻ കേസ് ഇട്ട് അടിക്കുന്ന എല്ലാ മെഷീനും ലോക്ക് സ്റ്റിച്ചും ലൂപ്പർ ഉപയോഗിച്ച് സ്റ്റിച്ചസ് ഫോം ചെയ്യുന്നതിന് ചെയിൻ സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫീഡോ ഫാം മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയിൻ സ്റ്റിച്ചാണ്. ഇതിപ്പോൾ ജാക്കിൻ്റെ 9270D എന്നുള്ളൊരു മോഡലാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോർഷൻ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഇത് 3 സൂചിയിട്ട് അടിക്കാൻ പറ്റുന്ന മെഷീനാണ്. മൊത്തം ഇതിൽ 6 നൂല് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. അതായത് 3 ലൂപ്പറും 3 സൂചിയാണ് ഇതിൽ വരുന്നത്. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഡയറക്റ്റ് ഡ്രൈവ് മെഷീൻ തന്നെയാണ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തുണികളെ തമ്മിൽ ജോയിൻ്റ് ചെയ്യിക്കുന്ന ഒരു വർക്കാണ് ഇതിന് മെയിനായിട്ട്. അതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, അതിൻ്റെ ആ 2 ഭാഗത്തു കൂടെ നമുക്ക് ഉള്ളിലൂടെ കൈവച്ചിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. ഷർട്ടിൻ്റെ സൈഡ് റെഡിമെയ്ഡിലേക്കാണ് കൂടുതലും ഇത് ഉപകാരപ്പെടുക. അതുപോലെ തന്നെ പാൻറ്റ്, നിറ്റ്സ് വെയർ, ഇങ്ങനെ എല്ലാത്തിൻ്റെയും ജോയിൻറ്റിങ് ആണ് ഇതിൽ ചെയ്യുക കൂടുതലും. കൂടുതലും ഇത് ഗാർമെൻറ്റ്സ് ആണ്. ഷർട്ട് അതുപോലെ തന്നെ പാൻറ്റിൻ്റെ പ്രൊഡക്ഷനിലാണ് ഇത് ഉപയോഗിക്കുക. അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു സ്റ്റീൽ പോലെ ഇപ്പോൾ കാണുന്ന ഭാഗം എന്ന് വെച്ചാൽ അത് ഫോൾഡറാണ്. അതിൻ്റെ ഇടതുവശത്ത് കൂടിയും വലതുവശത്ത് കൂടിയും തുണി വെച്ചിട്ട് നമുക്ക് ഫോൾഡബിളായിട്ട് കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങോടുകൂടി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഈ മെഷീനിൽ. അത് 3 സൂചിയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതിന് ഒരു ഗേജാണത്. 3 സൂചി ഇപ്പോൾ അത് 1/4 ഇഞ്ച് അളവിലാണ് വന്നിട്ടുള്ളത്, 1/4. അതിൽ നമുക്ക് ഒരു സൂചി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ 1/8 എന്നുള്ളൊരു വീതിയിലും കിട്ടും. അപ്പോൾ ആ തുറക്കുന്ന പോർഷൻ അവിടെയാണ് ലൂപ്പർ വരുന്നത്. 3 ലൂപ്പറാണ് വന്നിട്ടുള്ളത്. അതുപോലെ 3 സൂചിയും. അത്യാവശ്യം നല്ല ഫിനിഷിങ് സ്റ്റിച്ചാണ് നമുക്കിതിൽ കിട്ടുക. അപ്പോൾ ഫീഡോ ഫാം മെഷീൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.